afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, again. Okay. What happens when the emergency response call is announced? Next topic documentation and reporting. Point first point reporting of the accident may be completed through an event report or incident report, which is the designer or any other resolving method. And the first point is reporting of the incident may be completed through an event report or incident report, which is the designer or any other restoring method. സംഭവത്തിൽ നമ്മൾ എമർജൻസി കോളുമായിട്ട് എമർജൻസി കോളുമായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവും അല്ലെ, ഒരു സംഭവം നടന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സംഭവത്തിന്റെ റിപ്പോർട്ടിങ് ഒരു ഇവന്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ സംഭവ റിപ്പോർട്ടോ രൂപകൽപ്പന ചെയ്യുന്നതോ എന്തെങ്കിലും അവലംബം രീതിയിലോ വഴിയാണ് അത് പൂർത്തിയാക്കുന്നത്. നമുക്കൊരു സംഭവം ഹോസ്പിറ്റലിൽ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നടക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ റിപ്പോർട്ടില് രൂപകൽപ്പന ചെയ്തുകൊണ്ട് അങ്ങനെയായിരിക്കും ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഡോക്യുമെന്റേഷൻ containing information about the activation is reviewed and rated. ഓക്കെ, ആക്ടിവേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവലോകനം ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള എന്താണ് ആക്ടിവേഷൻ വിവരങ്ങൾ അല്ലെ, കോഡ് സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഇവന്റ് ഹോസ്പിറ്റലിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് നമ്മൾ അലോട്ടായിട്ട് കൊടുക്കും. ആക്ടിവേഷനെ കുറിച്ചുള്ള അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് അത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. Management will conduct a root cause analysis or a singular review of the incident to identify the area for improvement and then implement those improvements. ഇതുപോലെ തന്നെ മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുന്നതിനും അവ മെച്ചപ്പെടുത്തലുകൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് മാനേജ്മെന്റ് സംഭവത്തിന്റെ മൂലകാരണം വിശകലനം ചെയ്യുകയും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഒരു അവലോകനം നടത്തുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് മെച്ചപ്പെടുത്തേണ്ട മേഖലകളിലേക്കാണ്. ഫയർ ഉണ്ടായി, നമ്മൾ അല്ലെ, അങ്ങനെ ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മെച്ചപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ റിപ്പോർട്ടിൽ നമ്മൾ നോക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അതുവഴി എവിടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ഭാഗത്ത് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എവിടെയൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടത് നമുക്ക് അവലോകനം തയ്യാറാക്കും. ഈ മെച്ചപ്പെടുത്തേണ്ട എവിടെയാണ് മൂല കാരണം വിശകലനം ചെയ്തുകൊണ്ട് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. മൂല കാരണം വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് എവിടെയൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടത്, ഹോസ്പിറ്റൽ ഭാഗത്തു നിന്നാണ് തെറ്റുകൾ സംഭവിച്ചത്, എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റേഷൻ പറയുന്നത്. എന്താണ്, നമ്മൾ ആദ്യം ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ റിപ്പോർട്ടുകൾ നമ്മൾ പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ആക്ടിവേഷനെ കുറിച്ചുള്ള നമ്മുടെ കോഡുകൾ, പല കോഡുകൾ എന്തൊക്കെയാണ്. കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ കോഡ് ബ്ലൂ കോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ഫയർ ആണെങ്കിൽ കോഡ് റെഡ് നമ്മൾ റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല കോഡുകൾ നമ്മൾ ആക്ടിവേഷൻ ചെയ്യണമല്ലോ ആ സമയത്ത്. അപ്പൊ അതിനെ ആക്ടിവേഷൻ ചെയ്യാനുള്ള വിവരങ്ങളായിട്ട് അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ് വിശകലനം ചെയ്യുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, നമ്മുടെ ഹോസ്പിറ്റലിലെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നു. അതാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. Training and education ensure that all staff are aware of potential emergency situations or security hazards, how to respond to react, and how to protect themselves and their co-workers to establish policies and procedures. അപ്പൊ എന്താണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പറയുന്നത്? ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന ആ പരിശീലനം അല്ലെ, നമ്മുടെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ ഓരോ സ്റ്റാഫുകൾക്കുമായിട്ടുള്ള അവിടെയുള്ള ഓരോ ഹെൽത്ത് കെയർ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ പരിശീലനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും എല്ലാ ജീവനക്കാർക്കും സാധ്യമായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളെ കുറിച്ച്, സുരക്ഷാ അപകടങ്ങളെ കുറിച്ച് എങ്ങനെ പ്രതികരിക്കണം, സ്ഥാപിത നിയമങ്ങളിലൂടെയും നടപടിക്രമങ്ങളിലൂടെയും തങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് എങ്ങനെ സംരക്ഷിച്ച് അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും കോർഡിനേറ്റ് ചെയ്ത് വേണം നമുക്ക് പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കി അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യവാന്മാരായി എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ട്രെയിനിങ്ങിലൂടെ. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങും വിദ്യാഭ്യാസവും അതനുസരിച്ചുള്ള എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനെ കുറിച്ചാണ്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇൻസിഡന്റോ ഇവന്റുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം, എങ്ങനെയുള്ള ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങള് സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ച് എങ്ങനെ പോകണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. Specific training should be provided to all the team members as to their specific roles and responsibilities during a variety of scenarios. വിവിധ സാഹചര്യങ്ങളില് എല്ലാ ടീം അംഗങ്ങളും അവരുടെ പ്രത്യേക റോളുകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പ്രത്യേക പരിശീലനം നൽകണം. ഓരോരുത്തർക്കും ഒരാൾക്ക് മാത്രമല്ല ഉത്തരവാദിത്തങ്ങൾ അല്ലെ, ഓരോരുത്തർക്കും അല്ലെങ്കിൽ പല പല സ്റ്റാഫുകളുടെ ഹോസ്പിറ്റലുകളിൽ പലർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ബോധ്യവാന്മാരായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അറിയാം അവരുടെ എങ്ങനെ ചെയ്യണം, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവർക്ക് അറിയാം എന്നുള്ളത് നമുക്ക് എന്താണ് അങ്ങനെയുള്ള പരിശീലനം ബോധ്യവാന്മാരായി കുറിച്ചുള്ള പരിശീലനം അവർക്ക് കൊടുക്കണം. ഹോസ്പിറ്റലുകളില് പല പല സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റാഫുകൾക്ക് എന്തൊക്കെയാണ്, ഓരോ സ്റ്റാഫിനും പല പല രീതിയിലുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള് എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഹോസ്പിറ്റലിലെ കടമയാണ്. Staff training covers the procedures to follow if they become a hostage or victim. ഇനി ബന്ദികളാക്കപ്പെടുകയോ ഇരകളാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സ്റ്റാഫുകളെ പരിശീലനത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാഫുകളെ ആയാലും എന്താണ് ബന്ദിയാക്കാം, അതുപോലെ തന്നെ ഇരകളാക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വിക്ടിമോ അല്ലെങ്കിൽ ഹോസ്റ്റേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇരകളോ അല്ലെങ്കിൽ എന്താണ് ബന്ദിയോ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, നമ്മുടെ പ്രൊസീജിയറിലൂടെ പോകണം എന്നുള്ളത് അവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ ബോധവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് ട്രെയിനിങ്ങിൽ വരുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ട്രെയിനിങ്
education. Okay, next topic. Challenges of implementation. One of the primary problems of a hospital is responsibility. In general, is a lack of a national standardization. Although some emergency response products, such as homegrown multiple credit, are available around the world, many of the other calls are not consistent. Each color can have various meanings across the different states or countries. Each hospital or hospital association is responsible for
developing the one emergency codes. Some hospitals use a homework code system rather than colors. When these codes are developed independently, the hospitals there is a variability and overlappability. Hospitals and a great deal of variance which can be a source of confusion in particular moments of a healthcare persons. This variability may also mitigate the effectiveness and the speed of a response to critical events. Besides the lack of uniformity in hospital, emergency or critical events are often defined differently between hospitals. For example, fire on call, healthcare workers more frequently between hospitals and may work at more than one hospital, resulting in an inability to remember and respond to right work at the right time. Some countries, such as England and Canada, use a national standardized emergency calls. This means they very hospital that very many hospitals use the same some communication terminology to communicate during emergency situations. However, this standardization has not yet been implemented in India, although it has previously been recommended. എന്താണ് challenges പറയുന്നത് hospital emergency കോഴ്സിൽ നമ്മൾ different challenges യൂസ് ചെയ്യുന്നത് challenges ഉണ്ട് challenges ഉണ്ട് ഇതിൽ നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമയിലായാലും നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ challenges പഠിക്കാറുണ്ട് ഓരോ ഓക്കെ അപ്പൊ ഹോസ്പിറ്റൽ എമർജൻസി challenges എന്നാണ് പറയുന്നത് എന്താണ് പാരഗ്രാഫിൽ പറയുന്നത് ആശുപത്രി അടിയന്തര പ്രതികരണ എമർജൻസി കോൾ സംവിധാനത്തിൽ പ്രാഥമിക പ്രശ്നങ്ങളിലുള്ള ദേശീയ നിലവാരവൽക്കരണത്തിന്റെ അഭാവമാണ്. ഓക്കെ അപ്പൊ ഹോസ്പിറ്റൽ എമർജൻസി കോഡിന്റെ പ്രധാനപ്പെട്ട ദേശീയ നിലവാരവൽക്കരണത്തിന്റെ അഭാവമാണ്. അതായത് എന്താണെന്ന് നോക്കാം, അതിന്റെ കോഡുകളുണ്ട്. ഇതിനെ പോലുള്ള അടിയന്തര കോഡുകൾ ലോകമെമ്പാടും സാർവത്രികമാണെങ്കിലും പല കോഡുകളും സ്ഥിരതയുള്ളതല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ കോഡുകളാണ്. മറ്റു പല കോഡുകളും നമ്മൾ പഠിച്ചിരുന്നു. ആ കോഡുകളൊക്കെ എന്താണ്, പല ഹോസ്പിറ്റലിലും പല രീതിയിലാണ് അവിടെ എന്താണ് കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് പറയുന്നത് പല രീതിയിൽ എന്താണ് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കോഡുകളിലായിട്ടും അല്ലെങ്കിൽ വ്യത്യസ്ത നിലകളിലായിട്ടുമാണ് പല കോഡുകളും പല ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഇവിടെ പറയുന്നത് പല ഈ കോഡ് സാർവത്രികമാണെങ്കിൽ മറ്റു പല കോഡുകളും എന്താണ് ഡിഫറെന്റ് ആണ്, ഇത് സ്ഥിരതയുള്ളതല്ല എന്നാണ് പറയുന്നത്. ഓരോ തരത്തിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ വ്യത്യസ്ത അർത്ഥങ്ങളും ഓരോ ആശുപത്രി അസോസിയേഷനും സ്വന്തം അടിയന്തര കോഡുകൾ വികസിപ്പിക്കുന്ന ഉത്തരവാദികളാണ്. ചില ആശുപത്രികളിൽ നിരക്കിനേക്കാൾ നമ്പറുകളുള്ള കോഡ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ കോഡുകൾ ആശുപത്രി സ്വന്തം വികസിപ്പിച്ചെടുക്കുമ്പോൾ ആശുപത്രിയിൽ സ്വന്തമായിട്ട് ഈ കോഡുകൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ ആശുപത്രികൾക്കിടയിൽ ഒരു പ്രത്യേക കോഡുകളാണ് ഉണ്ടാകുന്നത്. ആശുപത്രികൾക്കിടയിൽ കോഡുകൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ ആശുപത്രി സ്റ്റാഫുകളുടെ ഇടയിൽ വാരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ സംഭവമായിട്ട് സ്റ്റാഫുകൾ പ്രതികരിക്കുന്നത് കുറയുന്നു. കാരണം കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പലയിടത്തും പല കോഡുകളാണ് യൂസ് ചെയ്യുന്നത്. എമർജൻസി കോഡുകൾ പല ഹോസ്പിറ്റലുകളിലും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ഫലപ്രാപ്തി കുറയാനായിട്ട് വരുന്നുണ്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാനായിട്ട് തന്നിട്ടുണ്ട്. എന്താണ്
ചില ഹോസ്പിറ്റലുകളിൽ ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കോവിഡ് ഫയർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉൾപ്പെടുത്തുന്ന സ്റ്റാഫുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ മോർ ദാൻ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ചിലരുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പല ഹോസ്പിറ്റൽ നമുക്ക് തന്നെ അറിയാം, എക്സ്പീരിയൻസ് ഉള്ളവരാണ് അല്ലെ. ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പിന്നീട് ചെയ്യുമ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകും, പിന്നീട് വേറൊരു ഹോസ്പിറ്റലാണ്, പിന്നെ വേറൊരു ദിവസം, അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും മാറി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന കോഡുകൾ ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്, ഒരിടത്ത് യൂസ് ചെയ്യുന്നതായിരിക്കില്ല മറ്റു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട്, അതുപോലെ ഓർത്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ദേശീയ തലത്തിൽ നിലവാരമുള്ള അടിയന്തര ആശുപത്രി കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലുകളിൽ, ഇംഗ്ലണ്ടിലും കാനഡയിലുമുള്ള ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അടിയന്തര സാഹചര്യത്തിൽ ആശയവിനിമയം നടത്താനായിട്ട് എല്ലാ ആശുപത്രികളും ഒരേ ആശയവിനിമയ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ് ഇതിനർത്ഥമായിട്ട് പറയുന്നത്. എന്നിരുന്നാലും മുൻപ് ശുപാർശ ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. എമർജൻസി കോഡുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടെന്നാണ് പറയുന്നത്. അതാണ് ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ.
Okay, next നോക്കാം conclusion. Emergency response code are color coded indicated used in healthcare facilities to alert or relevant hospital staff members for potential issues arising in the hospital. Emergencies can occur at any time if communication is a crucial to ensure the swift response that is protected patients, visitors, staff, and hospital property. For the hospital property. അപ്പൊ എന്താ പറയുന്നത് ഫസ്റ്റ് കൺക്ലൂഷനിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഏതാ പറയുന്നത് അടിയന്തര പ്രതികരണ കോഡുകൾ അല്ലെ ഹോസ്പിറ്റൽ എമർജൻസി കോഡുകൾ എന്താണ് ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പരിണാമമായിട്ടുള്ള സൂചനകളാണെന്നാണ് പറയുന്നത് അല്ലെ കളർ കോഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കളർ കോഡിനെയാണ് ഈ ഹോസ്പിറ്റൽ എമർജൻസി കോഡായിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ എന്താണ് അവ ആശുപത്രികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആശുപത്രി ജീവനക്കാരെയും അറിയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ ഇപ്പൊ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻസിന് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പേഷ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് എമർജൻസി കോഡുകൾ എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളുള്ളപ്പോൾ ഇപ്പൊ വേണമെങ്കിലും സംഭവിക്കാം. അടിയന്തര സാഹചര്യം ഇപ്പൊ നോർമൽ ആയിട്ടിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചിലപ്പോ എന്താണ് എന്തെങ്കിലും കണ്ടീഷനിൽ മോശം വരാം അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് കേസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എമർജൻസി കോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പം വേണമെങ്കിലും എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവാം അല്ലെ നമുക്കത് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്ത് നടത്താനായിട്ടോ പറ്റില്ല. എപ്പോ വേണമെങ്കിലും എമർജൻസീസ് വരാനായിട്ട് വരാം. ഓക്കെ, രോഗികള് അതുപോലെ തന്നെ സന്ദർശകര് ജീവനക്കാര് ആശുപത്രി എന്താണ് ഇവയെ സംരക്ഷിക്കുന്ന വേഗത്തിലുള്ള പ്രതികരണം ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയം നിർണായകമാണ് അല്ലെ. ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസ് മാത്രമല്ല അവരെ കാണാനായിട്ട് ഫാമിലീസ് വരും, വിസിറ്റേഴ്സ് വരും അല്ലെ. അങ്ങനെയുള്ള പല സ്റ്റാഫുകളായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഫയർ എന്തെങ്കിലും പ്രോപ്പർട്ടിയിൽ എന്താണ് എന്തെങ്കിലും നശിഞ്ഞു പോവാലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്താണ് ഈ പ്രതികരണം അല്ലെങ്കിൽ ആശയവിനിമയം നമ്മൾ കോഡുകളൊക്കെ അലേർട്ടായിട്ട് നമ്മൾ ആശയവിനിമയം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റാഫുകൾക്കായാലും പേഷ്യൻസിനായാലും വളരെ അപകടങ്ങൾ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള കോഡുകൾ വഴി ഇങ്ങനെയുള്ളവർക്ക് പേഷ്യൻസിനായാലും സ്റ്റാഫുകൾക്കായാലും വിസിറ്റേഴ്സിനായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പ്രോപ്പർട്ടിക്കായാലും നല്ല രീതിയിൽ സേഫ്റ്റി ഉണ്ടാക്കുന്നതിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ technology clearly has a huge role to play in the various hospital emergencies and should be an integral part in the event of various hospital emergencies and should be an integral part of any emergencies handling plan. If you cannot communicate effectively, then you must change of adequately
responding to situations are greatly reduced. The most commonly cited problem in emergency situation management is invariably communication breakdown with the emergency activities and decision making being seriously affected by vital information being lost or deleted. Hence, the right technology, if implemented correctly, can make a huge difference in emergency situations. God is for hospital to face in the implementation of the recommended goals so that material and training can be developed and offered at the time best situated for hospital employees. Emergency response support help hospital persons understand how to effectively manage various emergency situations. Hospital emergency management is a continuous process requiring seamless integration of the planning and responsive effort with the local and the national programs. The above layout can be useful to assist hospital administrators and emergency managers responding quickly to the most likely emergency scenarios as well as while planning to implement the emergency response plans in those smaller and large healthcare organization. പറയുന്നത് ആശുപത്രികൾക്കുള്ളിലെ സാഹചര്യങ്ങളെ ആശയവിനിമയ സാങ്കേതികവിദ്യയ്ക്ക് വലിയ പങ്കുണ്ട്. കൂടാതെ വിവിധ ആശുപത്രികളിലെ അടിയന്തര സാഹചര്യങ്ങളിലെ അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കണം. കാരണം അടിയന്തരമായിട്ട് സിറ്റുവേഷൻസ് കോവിഡുകൾ അല്ലെങ്കിൽ അതവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് അവർക്ക് പറ്റുന്ന സ്റ്റാഫുകൾ വരുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. അവർക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ അതൊക്കെ പെർഫെക്റ്റ് ആയി മാറിയെങ്കിൽ പിന്നീട് അവരുടേതായിട്ടുള്ള ജോലിയിലേക്ക് അവര് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ എമർജൻസി കോളുകളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. ഏത് ഫ്ലോറിലാണ്, എവിടെയാണ്, ഏത് രോഗിക്കാണ്, ഏത് റൂമിലാണ് ഇതിനുള്ള അടിയന്തരമായിട്ട് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയേണ്ടത്, ആശയവിനിമയം നടത്തേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യ മാനേജ്മെന്റ് ഏറ്റവും സാധാരണയായിട്ട് പ്രശ്നം ആശയവിനിമയ തകരാറാണ്. ചിലപ്പോൾ എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഇല്ല, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ലേക്ക് മാറും അല്ലെ. പ്രധാന വിവരങ്ങൾ നഷ്ടപ്പെടുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് അടിയന്തര പ്രവർത്തനങ്ങളെയും തീരുമാനമെടുക്കലിനെയും ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയാണ്, എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്, ആർക്കാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ള ആശയവിനിമയം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതിനാൽ ശരിയായ സാങ്കേതിക വിദ്യ ശരിയായി നടപ്പിലാക്കാനായിട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് രോഗികൾ അവിടെ നിന്ന് ഇപ്പൊ ഫയർ ആണെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തി രോഗിക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുമല്ലേ. അപ്പൊ അതിന് ഏറ്റവും വേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്നാണ്. കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് അത്യാവശ്യമായിട്ട് ആശുപത്രിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കോഡുകൾ നടപ്പിലാക്കുന്ന ഘട്ടമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ലക്ഷ്യം. അതുവഴി ആശയവിനിമയ മെറ്റീരിയലുകൾ, ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളും പരിശീലനങ്ങളും ആശുപത്രി സ്റ്റാഫുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്ത്
വികസിപ്പിക്കാനും നൽകാനും കഴിയാറും വിവിധ അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ അടിയന്തര പ്രതികരണ കോഡുകൾ ആശുപത്രി ജീവനക്കാരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോ എമർജൻസി സിറ്റുവേഷൻ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറയും ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ പല ചികിത്സകൾക്ക് ആവശ്യമായിട്ട് വരും. പല പരിശീലനങ്ങൾ പല ട്രെയിനിങ്ങുകൾ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഏതൊക്കെ ഇവന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് അവരുടെ വർക്കും കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ അവർക്ക് സേഫ്റ്റി പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ അവിടെ വന്ന വിസിറ്റേഴ്സിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് അങ്ങനെയുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് അവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ അവരുടെ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി പേഷ്യൻസിനെ ആയാലും വിസിറ്റേഴ്സിനെ ആയാലും സ്റ്റാഫുകളെ ആയാലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. ഇനി എന്താ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ്, ആശുപത്രി എമർജൻസി മാനേജ്മെന്റ് എന്നത് പ്രാദേശിക ദേശീയ പരിപാടികളുമായിട്ട് ആസൂത്രണത്തിന്റെയും പ്രതികരണ ശ്രമങ്ങളുടെയും തടസ്സമില്ലാത്തൊരു സംയോജനം ആവശ്യമുള്ള ഒരു തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ്. നമുക്ക് ഈ പറഞ്ഞ ലേഔട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെയും അടിയന്തര മാനേജർമാരെയും ഏറ്റവും സാധ്യതയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായിട്ട് പ്രതികരിക്കുന്നതിനും മറ്റു ചെറുതോ വലുതോ ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളിൽ അടിയന്തര പ്രതികരണ പദ്ധതികൾ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു ഈ ആശുപത്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ വേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള എമർജൻസി കോഡുകൾ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് അല്ലെ. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് ചെറുതോ വലുതോ ആയിട്ടുള്ള ആശുപത്രികളായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ പ്രവർത്തനങ്ങളും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്ന ആശുപത്രികളായിക്കോട്ടെ ഇങ്ങനെയുള്ള കോഡുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് ഏതൊരു സാഹചര്യത്തിലും അല്ലെങ്കിൽ ഏതൊരു എമർജൻസി ഇതായിട്ടുണ്ടെങ്കിൽ ഏതൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എത്തി അവർക്ക് വേണ്ട അവരെ സെക്യൂർ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കോഡുകളാണ്. കോഡുകൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് വഴിയാണ്. അപ്പൊ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അതിന്റെ പദ്ധതികളായാലും അതിന്റെ ആസൂത്രണങ്ങളായാലും ചെയ്തെടുക്കാനായിട്ട് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കാം എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹോസ്പിറ്റലായാലും ചെറുതും വലുതും ആയിക്കോട്ടെ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ഏതൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, വായിച്ചു കേട്ടോ.
ഇതോടുകൂടി നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചാപ്റ്റർ വായിച്ച് കഴിഞ്ഞാൽ പറയാം, കൺക്ലൂഷൻ കഴിഞ്ഞാലും പറയാം. ജസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യാം. വീഡിയോയിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങളുടെ ആൻസർ പറഞ്ഞാൽ മതി. വായിച്ച് കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം. വായിച്ച് കഴിഞ്ഞോ? ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും ഇവിടെ തന്നെ ഇതാ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പറയാം, ഓപ്ഷനും പറയാം, നിങ്ങളുടെ ആൻസർ പറയാം കേട്ടോ, ഏത് ഓപ്ഷൻ ആണെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഹോസ്പിറ്റൽ എമർജൻസി ബോർഡിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിംഗ് കോഡഡ് messages for emergencies in hospitals? What is the primary purpose of using coded messages for emergencies in hospitals? First question, first option, to confuse visitors and patients, to convey essential information quickly to staff while preventing panic, to meet the international coding standards for billing, to test the public address system regularly. ഏതാ ആൻസർ? ഓപ്ഷൻ വായിക്കണോ? To confuse visitors and patients, to convey essential information quickly to staff while preventing panic, to meet international coding standards for billing, to test the public address system regularly. This option है
Option B ആണ് to answer വരുന്നത് to convey essential information quickly to staff while preventing panic. ഇനി next നോക്കാം. According to the text, which two codes are among the most universally recognized? ഏത് കോഡുകളാണ് കേട്ടോ? First option, code green and code orange, code red and code blue, code black and code white, code yellow and code pink. ഏതാണ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കോഡ്? Code green and code orange, code red and code blue, code black and code white, code yellow and code pink. Code red and code blue ആണ് answer. ഇനി next, what does code blue indicate in a hospital? What does a code blue indicate in a hospital? Option, a fire has broken out, there is a bomb threat, a patient has entered cardiac arrest, or a medical emergency, there is an external disaster. A fire has broken out, there is a bomb threat, a patient has entered cardiac arrest or a medical emergency, there is an external disaster. ഏതാണ് code blue? Cardiac arrest, C ആണ് answer വരുന്നത്. A code red is announced in a hospital to alert the staff about. A code red is announced in a hospital to alert the staff about. Option like a missing patient, a hazardous material spill, a violent individual, a fire in the facility. Okay, fire ആണ് D ആണ് answer വരുന്നത്. A fire in the facility. What additional information is usually announced with the code called to be useful? What additional information is usually announced with a code called to be used? Option, the time the emergency started, the name of the person calling the code, the specific location description, the number of people involved. Then what additional information is usually announced with the code call to be useful? The time the emergency started, the name of the person calling the code, a specific location description, the number of people involved. Okay, option C ആണ് a specific location description. Next നോക്കാം. What is the main purpose of emergency codes as started in the document? What is the main purpose of emergency codes as started in the document? The same plane after an incident, to deliver emergency medical care and assistance while maintaining safety for all, to practice for accreditation service, to reduce the number of staff needed of a response. Only option I come to a same plane after an incident, to deliver medical care and assistance while maintaining
safety for order, to practice for accreditation surveys, to reduce the number of staff needed for a response. Main purpose of emergency code ആണ് ട്ടോ. ഇതാ ആൻസർ. Answer എന്നുള്ളത് to deliver medical care and assistance while maintaining safety for all. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഇതും അതുപോലെ തന്നെ എടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ കൂടി പഠിച്ചിട്ട് വരാം കേട്ടോ. HIMS എന്ന് പഠിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്തെങ്കിലും പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, നമുക്ക് റിവൈസ് ചെയ്യാം. ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്തായാലും പഠിച്ചിട്ട് വരാം, നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിവൈസ് ചെയ്യാം കേട്ടോ. സമയം കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.